നമുക്കിന്നൊരു സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ? നമ്മളെപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ക്വാണ്ടിറ്റി എല്ലാം നല്ല കറക്റ്റ് അളവായിരിക്കണം. നമുക്കിനി റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 പിഞ്ച് സാൾട്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് സീവ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുത്ത മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പൗഡേർഡ് ഷുഗർ കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഓവർ ബീറ്റ് ചെയ്യാനൊന്നും പാടില്ല. ഓവർ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. ഇനി നമ്മുടെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തൂത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഓവൻ നമ്മൾ 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്തതാണ്. നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ നമ്മുടെ സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് തണുത്തതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് ഈ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ കുക്കറിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. മറ്റൊരു കേക്ക് ട്രേയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 35 മിനിറ്റ് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് നമ്മളതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിനകത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.